രാവിലെ തന്നെ എന്ത് തോരൻ വെക്കാമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ പ്ലാവിൽ നിറച്ചും ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്കയെ തള്ളിയിട്ട് ഇടിച്ചക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കമ്പിയെ എടുത്തും കൊണ്ടുവന്ന് വലിച്ച് എൻ്റെ ഊപ്പാട് വന്നു. പക്ഷേ ചക്ക വീണില്ല. പിന്നെ ഞാൻ പിച്ചാത്തിക്ക് വലിഞ്ഞ് കയറിയൊക്കെ എങ്ങനെയൊക്കെ അറുത്ത് തറയിലിട്ട് കേട്ടോ. ദൂരെ തെറിച്ച് വീണ് അവിടെ നിന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കേടുണ്ടായിരുന്നു കേട്ടോ. കേട്ടുള്ള ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞാൽ നമുക്കെടുത്ത് നല്ലൊരു ചക്കത്തോരൻ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറും പാത്രവും എണ്ണയൊക്കെ എടുത്ത് വെച്ച് ചക്കയെ ഇറക്കും. എൻ്റെ പിച്ചാത്തിയുടെ കാര്യമാണെങ്കിൽ പറയണ്ട, മൂടില്ല കേട്ടോ. എന്നാലും നല്ല മൂർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഉമ്മയാണ് സാധാരണ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കിടന്ന് മെനക്കെടുന്നത്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ തോലെല്ലാം ചെത്തി പറക്കി എടുത്തിട്ടുണ്ട്. ഉമ്മ വേറൊരു ജോലിയിലായിപ്പോയി കേട്ടോ. പിന്നെ ഞാനെല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞൊരു പാത്രത്തിൽ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മെനഞ്ഞെന്ന് വാങ്ങിച്ച ചൂരേനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പച്ചയരച്ചൊരു കറിയും വെച്ചു. ചക്കയെല്ലാം അവിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തല്ലി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തല്ലിയെടുത്താൽ മതി. എന്നിട്ട് അത് അടിപൊളിയായിട്ട് അരപ്പൊക്കെ ഇട്ട് തോരനുമാക്കി മീൻകറിയാക്കി ചോറും കൊടുത്തു എല്ലാവർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.